friends, welcome to Mummy's Kitchen. ചോറിനൊപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു തേങ്ങയാണ് ഇതിനാവശ്യമായി വരുന്നത്. ചിരകിയപ്പോൾ 2 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറ്റു ഇൻഗ്രീഡിയൻസിനൊപ്പം വറുത്തെടുക്കണം. 2 കപ്പ് തേങ്ങ കൊണ്ട് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ 1/4 കപ്പ് ചമ്മന്തിപ്പൊടിയാണ് ലഭിക്കുക. ചെറുതായി ചിരകിയ തേങ്ങയിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിന് പകരം മുളക് പൊടിയും ചേർക്കാൻ പറ്റും, പക്ഷേ തേങ്ങ കുറച്ച് വറുത്തതിന് ശേഷമാണ് അത് ചേർക്കേണ്ടത്. അടുത്തതായി 5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വറുത്തെടുക്കാം. കൈയെടുക്കാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. തേങ്ങ ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ആദ്യം കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് നന്നായി ശ്രദ്ധിക്കണം. അല്പം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കാം. ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കാം. സ്പീഡിൽ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കുന്നത് അല്പം ഒന്ന് നിർത്തിയാൽ തന്നെ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. തേങ്ങ വറുത്ത് കിട്ടുന്നതിനായി ഏകദേശം അരമണിക്കൂർ സമയമെങ്കിലും എടുക്കും. ഇതിപ്പോൾ ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. വറ്റൽ മുളകിന് പകരം മുളക് പൊടി യൂസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും 1 മിനിറ്റ് നേരമെങ്കിലും ഇളക്കി കൊടുക്കണം. പാനിൽ ചൂടുള്ളത് കൊണ്ട് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇനി ചൂടൊന്ന് അല്പം കുറഞ്ഞതിന് ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ചെറു ചൂടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാം. ചൂട് കുറയാനായി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. വാളൻ പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കാം. തുടർച്ചയായി കുറേ നേരം പൊടിക്കരുത്. ആദ്യം 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ 2 പ്രാവശ്യം കൂടി ചെയ്യണം. ഓരോ പ്രാവശ്യം അടിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഓവറായിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ വല്ലാതങ്ങ് കറിക്കൊക്കെയുള്ള തേങ്ങയുടെ അരപ്പ് പോലെ ആയിപ്പോകും. അപ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഇത് വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഇത് എടുക്കാനായി ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ മാത്രം യൂസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.